കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ ജില്ലാ വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും കോതമംഗലത്ത് നടന്നു. PWD റെസ്റ്റ് ഹൗസ് ഹാളിലായിരുന്നു സമ്മേളനം. KFPSA സംസ്ഥാന പ്രസിഡന്റ് KA സേതുമാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ 50ാം സംസ്ഥാന സമ്മേളനം കലാകായിക മത്സരങ്ങളോടെ സുവർണ ജൂബിലി സമ്മേളനമായി കൊല്ലം ജില്ലയിൽ നടത്താനാണ് തീരുമാനം. ഇതിന് മുന്നോടിയായി എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനവും തിരഞ്ഞെടുപ്പും വെള്ളിയാഴ്ച കോതമംഗലത്ത് നടന്നു. കോതമംഗലം PWD റെസ്റ്റ് ഹൗസ് ഹാളിലായിരുന്നു സമ്മേളനം. KFPSA സംസ്ഥാന പ്രസിഡന്റ് KA സേതുമാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫയർഫോഴ്സിലെ അവരുടെ സംഘടന ഫയർ സ്റ്റാഫ് അസോസിയേഷൻ കേരള മുഖ്യമന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും അഭിവാദ്യം രേഖപ്പെടുത്തിക്കൊണ്ട് അവർ പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റ് നമ്മുടെ ചില ജില്ലകളിലെ ഭാരവാഹികൾ നമുക്കെടുത്തിട്ടു. സാർ ഇതെന്താണ്, നമുക്ക് മാത്രമേ ഇനി ഇത് കിട്ടാനുള്ളൂ. ശരിക്കും പറഞ്ഞത് അവർക്ക് വേദനിച്ചതിനേക്കാൾ കൂടുതൽ ആ പോസ്റ്റ് വായിച്ചപ്പോഴേക്കും നമുക്ക് വേദനിച്ചു. ആ പോസ്റ്റില് ഒരു അടിക്കുറിപ്പ് എഴുതി, ഒരു പ്രതിഷേധ കുറിപ്പ് എഴുതി അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം രാത്രി 2 മണിക്ക് മറ്റോ അത് കണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം ഒരു 7 മണി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിളിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് അവിടെ എത്താം. നമ്മുടെ വകുപ്പ് ഉൾപ്പെടെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത 2-3 ഫയലുകൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പെൻഡിംഗ് ആണ്. വൈകിട്ട് 5 മണിക്ക് മുൻപ് എത്തണം. അദ്ദേഹം GST മീറ്റിംഗിന് ഡൽഹിക്ക് പോകും. അതിന് മുമ്പായിട്ട് വരണം. അവിടെ ചെല്ലുന്നു. അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ തന്നെയാണ് അഡീഷണൽ PSനെ വിളിക്കുന്നു. വനംവകുപ്പിന്റെ പ്രൊട്ടക്റ്റീവ് സ്റ്റാഫിന്റെ ഫയൽ എടുക്കാൻ പറയുന്നു. 2 ഫയൽ, ഒന്ന് ഫോറസ്റ്റ് വാച്ചർമാരുടെ പേരുമാറ്റം, 2 ഗ്രേഡേഴ്സിന്. ഈ 2 ഫയലും കൊണ്ടപ്പ് ചെയ്തോളാം. വലിയ സന്തോഷം തോന്നിയതാണ്. ആ 2 വേറെ ഒരു തടസ്സം നടത്തില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി പറയാ നടത്തിയോ, ഇത് വിട്ടോ, ഈ ഫയൽ സാക്ഷി ആയതോടെ നമ്മൾ തീർന്നു. ജനറൽ സെക്രട്ടറി R. ദിൻഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് OA അൻവർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KC ഡായി ആമുഖ പ്രഭാഷണം നടത്തി. മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കാർത്തിക് P, കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സൂരജ് ബെൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ദേശീയ വനം കായികമേള വിജയികൾക്കും ഫോറസ്റ്റ് മെഡൽ ജേതാക്കൾക്കും വിവിധ ടൂർണമെന്റ് വിജയികൾക്കും ചടങ്ങിൽ അനുമോദനമർപ്പിച്ചു. വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡുകളും വിതരണം ചെയ്തു. KFPSA സംസ്ഥാന ഭാരവാഹികളായ K. ബീരാൻകുട്ടി, NV സത്യൻ, K. ബിജു, PR അരുൺ, ജസ്റ്റിൻ ജോൺ, സതീഷ് ചന്ദ്രൻ, VK അജന്തൻ, MN ശ്രീകുമാർ, സക്കീർ KA, ജിനേഷ് P, നിമ PA, സന്ധ്യ S, EB ഷാജുമോൻ, തമീം K മുഹമ്മദ്, PM കരീം, S അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാൻറ്റീൻ എന്നുള്ള ഒരു ആവശ്യം, അതൊരു അവകാശം വരേണ്ട ഒരു പോയിന്റ് ആണ്. പോലീസിന് ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അതേപോലെ യൂണിഫോം സർവീസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ വേർഷൻസ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മറയൂർ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അവിടെ ചില്ലയാണെന്നാണ്, ചില്ലയും ഇലയും ഏതോ ഒരെണ്ണമാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. തിരുവനന്തപുരത്ത് ഞാനവിടെ റേഞ്ച് ഓഫീസർ ട്രെയിനിങ് ആയിരിക്കുന്ന സമയത്താണ് പ്രദീപ് സാറിന്റെ നേതൃത്വത്തിൽ അവിടെ പാലോട് ഇതുപോലെ ഒരു ചെറിയ ക്യാൻറ്റീൻ സ്റ്റാഫിന് വേണ്ടി തുടങ്ങുന്നതും. പക്ഷെ ഇതൊക്കെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള, സൈലോസ് ആയിട്ടുള്ള, ഒറ്റയ്ക്കുള്ള എഫേർട്സ് ആണ്. ഒരു FDAക്ക് കരുത്തുണ്ടാവുമ്പോൾ നന്നാവുകയും FDA മോശമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മോശമായി നിൽക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. ഇതൊരു സംഘടനാ രീതിയിൽ അല്ലെങ്കിൽ സംഘടിപ്പിച്ച രീതിയിൽ തന്നെ പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് സപ്പോർട്ടോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയാലേ നമുക്കിത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകളുടെ അവതരണം എന്നിവയും ഉണ്ടായി. 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.